എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഒരു കിലോ അല്ല ഒരു ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചത്, ചെറുതായി നുറുക്കി വെച്ചതാണത്. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം പച്ചമുളകും കൂടി അരച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 ചൂള വെളുത്തുള്ളിയും ചേർത്ത് അരച്ചത്. പിന്നെ അതിനകത്തേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, വറുത്ത് പൊടിച്ചു വെച്ചതാണ്. അല്പം ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പ് പൊടിച്ച് വെച്ചാലും മതിയാവും. പിന്നെ തൈര്, 1.5 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് വിനാഗിരി എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി കുഴച്ച് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കുക, അല്ലെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാലും മതിയാവും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 1 മണിക്കൂറിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം, വല്ലാണ്ട് ക്രിസ്പി ആവേണ്ടതില്ല. ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി, അല്ലാതെ മുറുകണ്ട. ചിക്കൻ ആവശ്യത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് മാറ്റിയെടുത്തിട്ട് അടുത്ത ചിക്കൻ ഇതുപോലെ തന്നെ വറുത്ത് കോരാം. കോഴി പൊരിച്ച് മാറ്റിയതിന് ശേഷം ഈ പാനിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില, 4 പച്ചമുളകും 3 തണ്ട് വേപ്പിലയും പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി അരച്ചത് നന്നായി ചതച്ചെടുത്തത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി അരച്ചത് 2.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പച്ച കളറുള്ള ഒരു മസാല ആയിട്ടുണ്ട്, നല്ല മണവും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി അരച്ച കാരണം പച്ചമുളകും വേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു മണമുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ചത്, ഒരു 4 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 4 സവാള എന്ന് പറഞ്ഞത് ഞാൻ തെറ്റി പറഞ്ഞതാണ് കേട്ടോ. 3.5 സവാള ഉള്ളു, അതായത് 3 വലിയ സവാളയും പിന്നെ ഒരു സവാളയുടെ പകുതി അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ, നമ്മൾ ആദ്യം കോഴി പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ എടുത്തല്ലോ, അപ്പോൾ അതിന് പൊരിച്ചതിന് ശേഷമുള്ള വെളിച്ചെണ്ണ കുറേ മാറ്റിയിട്ട് വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ മാത്രം മതി, ബാക്കിയുള്ള വെളിച്ചെണ്ണ മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. സവാള വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പാനിൽ ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ
1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നന്നായി ചൂടായി ചെറിയൊരു കളറ് മാറി വന്നിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വേണം പൊടി ചൂടാക്കാനായിട്ട് വെക്കുമ്പോൾ, ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 4 ചെറിയ തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചതാണ്. അതും കൂടി ഒന്ന് വഴറ്റി, തക്കാളി ഒന്ന് വേവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്നും കൂടി ഒന്ന് വഴന്ന് ഒന്ന് ഉടഞ്ഞ് പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് നമ്മുടെ പൊടികളും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കണം. നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ചൂടാക്കി വെച്ച ഈ പൊടികളുണ്ടല്ലോ അതും ഇതിനകത്തേക്ക് ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വഴറ്റി വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയൊക്കെ ഈ മിക്സിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചൂടാക്കി വെച്ച പൊടികളും ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം, നമ്മൾ ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള അരക്കാൻ ആവശ്യം, നമ്മുടെ മിക്സിയിൽ എന്തോരം വെള്ളം ഒഴിച്ചാലാണ് അരയാൻ പറ്റുക അത്രയും വെള്ളം നമ്മൾ നമ്മുടെ മിക്സിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വഴറ്റി വെച്ച പാനിലേക്ക് തന്നെ അരച്ച മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നല്ല കട്ടിയുള്ള ഒരു അരപ്പായിട്ടുണ്ട് ഇത്. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഇങ്ങനെ നമുക്ക് എത്രയും വെള്ളം വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മിക്സിയിലൊന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ചുറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച കോഴി കഷ്ണങ്ങളും ചേർക്കണം. പിന്നെ 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ഇത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മളൊരു മിക്സിയിലേക്ക് അരമുറി തേങ്ങ ചിരകി വെച്ചത് ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇത് നാളികേരം അരച്ച് വെച്ചതാണ്. അതിനകത്തേക്ക് ഒരു പിടിയോളം മല്ലിയിലയും പുതിനയും ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് അരക്കിടും. ഇതുകൂടി ഒന്ന് ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായി തിളക്കണം. അതിനകത്ത് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കൂടി വറുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അരച്ച് വെച്ച നാളികേരം, മല്ലിയില ആ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ചിക്കൻ കറി നന്നായി തിളക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് മല്ലിയില, പുതിനയും നാളികേരവും കൂടി അരച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് ലാസ്റ്റാണ് ഒഴിക്കേണ്ടത്. കാരണം മല്ലിയിലയുടെ ഒക്കെ മണം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വെള്ളം പോരാ, ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊരിക്കണയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അത് കൂടാതെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗരം മസാല വറുക്കാൻ നമ്മൾ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു നുള്ളായാലും മതി നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ലാസ്റ്റ് ചേർക്കുമ്പോൾ ഒരു മണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേപ്പില നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് വേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ചിക്കൻ കറി പാകത്തിനായിട്ടുണ്ട്. ഇത് മൂടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മൂടി വെച്ചില്ലെങ്കിൽ നല്ല മണമൊക്കെ പോകും. നല്ല മല്ലിയുടെയും പുതിനയുടെയും ഗരം മസാലയുടെ ഒക്കെ നല്ല മണമുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ അത് പോകാതിരിക്കാൻ മൂടി വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട്. ഇപ്പോൾ തിളപ്പിച്ച് ഫ്ലെയിമൊക്കെ ഓഫാക്കി ആ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. കണ്ട, ഇപ്പോൾ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓഫാക്കണം. ഇത് പൊടിഞ്ഞു പോകുന്നില്ല, എന്തായാലും നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ പൊടിഞ്ഞു പോകില്ല. എന്നാലും അമിതമായി തിളപ്പിക്കരുത്, അതിൻ്റെ ഒരു പാകം വരുന്നത്. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകം വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ നോക്കാം. ഇതിനകത്തിന് കുറച്ച് പുതിനയില മുകളിലേക്ക് വിതറി കൊടുക്കാം. നമ്മൾ പുതിനയില വിതറി കൊടുക്കുന്നുണ്ട്. വീട്ടിലുണ്ടായ പുതിന ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അധികം കുറച്ച് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. ഭംഗിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. എന്നോട് കമൻസൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കി നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.